ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കാൺകൾ തുണയാരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കാൺകൾ തുണയാരുളും വൻകിരിയിൽ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴൂ യഹോവയിൽ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴൂ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരോ തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരോ യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമോട്ടു. യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമോട്ടു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കാൺകൾ തുണയാരുളൂ വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ. ഹല്ലേലൂയ. വൻകിരിയിൽ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റിയാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് മഹത്വം പറയുന്നു. ഈ രാത്രി ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ശേഷി കർത്താവിൻ്റെ ദാസം പ്രിയ ടി കൊച്ചു പാസ്റ്റർ, ബഹുമാന്യരായ എല്ലാ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും ഈ ആരാധനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് ഇന്ന് രാത്രി നോക്കാം. ഈ രാത്രി നമ്മോട് ദൈവജനം ശുശ്രൂഷിക്കുന്ന പ്രിയ ടി കോച്ച് പാസ്റ്ററാണ്. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെയും കുറിച്ച് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീത രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകാൽ ഞങ്ങളിവിടെ ചാർജ് എടുത്ത ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മധ്യയിൽ ആയിരിക്കാൻ ദൈവ അവസരങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യത്തെ ഉപവാസമായതുകൊണ്ടും പെട്ടെന്ന് ക്രമീകരിച്ചതുകൊണ്ടും വ്യാഴാഴ്ച രാത്രിയിൽ ശുശ്രൂഷിക്കാമെന്ന് തീരുമാനമെടുത്തു. നിങ്ങളുടെ മധ്യയിലായിരിക്കുന്നു കർത്താവിൻദാസൻ ജോവിൻ പാസ്റ്ററിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. നമ്മുടെ ഉപവാസങ്ങൾ എപ്പോഴും ആത്മീയ അനുഗ്രഹമുള്ളതായി തീരണം. പ്രത്യേകിച്ച് ഒരു പ്രധാന സഭയാണ് നമ്മുടെ പാളയം സഭ. അനേക കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. പ്രാരംഭ ദിനം പലപ്പോഴും നമ്മുടെ സഭയിലുള്ള ദൈവദാസന്മാർ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ഇന്ന് ഈ സഭയിൽ തന്നെ കർത്താവിൻ്റെ ദാസനാണ് ശുശ്രൂഷിക്കുന്നത്. അതൊക്കെ ഒരുപക്ഷെ എല്ലാവരും കടന്നു വരുന്നതിന് കാരണമാകുവാൻ ഇടയുണ്ട്. ചിലയിടത്തൊക്കെ അങ്ങനെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല എന്ന് ഞാൻ ധരിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവവചനം എല്ലാ ദൈവദാസന്മാരെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപവാസങ്ങൾ വളരെ ശ്രദ്ധയോടും ശുഷ്കാന്തിയോടും ഉത്തരവാദിത്വത്തോടും ദൈവത്തിനെന്ന വണ്ണവും, പ്രൈസ് ദി ലോർഡ്, നാം ദൈവസന്നിധിയിൽ ചെയ്യുകയാണെങ്കിൽ മറ്റാർക്കുമല്ല അനുഗ്രഹം നമുക്ക് തന്നെയാണ്.
നമ്മെല്ലാവരും ഉപവസിക്കണം എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ പ്രായമുള്ളവരോട് ഞാനത് നിഷ്കർഷിക്കുന്നില്ല, വളരെ നിർബന്ധമായൊന്നും പറയുന്നില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ കഴിവതും എല്ലാവരും ഉപവസിക്കണം. കുഞ്ഞുങ്ങൾ, സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, യൗവനക്കാരുൾപ്പെടെ എല്ലാവരും ഉപവാസത്തിൽ പങ്കെടുക്കുകയും ഉപവസിക്കുകയും കടന്നു വരികയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ദൈവത്തോടാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിയിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് കർത്താവ് തന്നെ വിഭജിച്ചു തരണം. നമ്മുടെ ഓരോ കുടിവരകളിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും കടന്ന് വന്ന് ദൈവത്തോട് നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് മറ്റാരും ഇടനിലയില്ല. കാരണം മറ്റൊരു മധ്യസ്ഥനില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റ് സമുദായ സഭകൾക്ക് എല്ലാറ്റിനും മധ്യസ്ഥന്മാരുണ്ട്. എന്നാൽ ഇവിടെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ മറ്റൊരു മാധ്യമം, മധ്യസ്ഥൻ്റെ അവകാശമില്ല. നമുക്ക് നേരിട്ട് ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു ചെല്ലുക എന്നാണ് പറയുന്നത്. കൃപ ലഭിപ്പാൻ, കർത്താവിൻ്റെ വരം ലഭിപ്പാൻ, കരുണ ലഭിപ്പാൻ നാം എല്ലാവരും ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ആ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ വലിയ ബന്ധത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. ചില വചനങ്ങൾ എന്നെ ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ശ്രീകാര്യം സഭയിൽ വെള്ളിയാഴ്ചകളിൽ ചില പുസ്തകങ്ങൾ ക്രമാനുഗതമായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന അനുഭവമാണ്. അവസാനമായി അവരെ ഫിലിപ്പ്യ ലേഖനം ഞാൻ പഠിപ്പിക്കുവാനിടയായി. അതിൽ നിന്ന്, ആ പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില വലിയൊരു പ്രസംഗമല്ല ഞാൻ ഇവിടെയും നടത്തുന്നത്. എൻ്റെ പ്രസംഗങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യമോ അല്ല. ഒരു പഠന രീതിയിൽ ദൈവത്തിൻ്റെ അപ്പോൾ തന്നെ അതിനകത്ത് ദൂതുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടും, നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നടത്തും, നമ്മെ സൗഖ്യത്തിലേക്ക് നടത്തും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികൾ അതിൻ്റെ മധ്യേ തുറക്കപ്പെടുവാനിടയാകും, നമ്മെ ദൈവം ഒരുക്കുവാനിടയാകും. ഇതെല്ലാം വചനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയകളാണ്. അതുകൊണ്ട് വചനം യഥാർത്ഥമായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയ. അത് ദൈവിക വിടുതലിന് കാരണമാകും, സൗഖ്യത്തിന് കാരണമാകും, വലിയ സമാധാനത്തോടെ കടന്നു പോകുവാൻ അതെല്ലാം കാരണമാകും. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം മുഖ്യമായി ഒരു വിഷയത്തിന് അടിസ്ഥാന വാക്യങ്ങളായി എടുത്തുകൊണ്ട് ചില വചനങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മധ്യയിൽ പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ട് പ്രാരംഭമായിട്ട് 5-ാം വാക്യം ഒന്ന് വായിക്കാം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 വാക്യങ്ങൾ വായിച്ചു. അതിൽ അവസാനം വായിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആരോടാണ് ഇത് പറയുന്നത്? നിങ്ങളെന്ന് പറയുമ്പോൾ പൗലോസ് ഒരു സഭയെ ചൂണ്ടുകയാണ്, അവർക്ക് ലേഖനം എഴുതുകയാണ്. തൻ്റെ പ്രവർത്തനത്താൽ താൻ നേടിയ സഭയാണ്. അതുകൊണ്ട് അവരോട് ആധികാരികമായി അധികാരത്തോടെ പറയുവാൻ പൗലോസിന് നല്ല പ്രാഗൽഭ്യമുണ്ട്. എന്നാണ് ഈ സഭ സ്ഥാപിച്ചത്? AD 50 ഒരു മക്കതോന്യ വിളി, അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 15, 16, 17 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആസിയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച പൗലോസിനെ വിലക്കിയതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. വിലക്കിയത് കൊണ്ട് ആ വിലക്ക് താൻ ഏറ്റെടുത്തു. തൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എവിടെ പോയി ശുശ്രൂഷിക്കണമെന്ന്. ആസിയ അഥവാ ഏഷ്യയിൽ കടന്നുപോയി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കണമെന്നുള്ളത് തൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് അരുത്, ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ചില നല്ല ആഗ്രഹങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതിനൊരു തടസ്സമിട്ടാൽ നാമും അത് അംഗീകരിപ്പാനിടയാകണം, നാമും അത് അനുസരിപ്പാനിടയാകണം. ഒരു പക്ഷേ നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം, നമുക്ക് വലിയ എന്നേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ഒരു വിഷയം നാം ഉള്ളത്തിൽ കരുതിക്കൊണ്ട് അതിന് ചുവട് വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ വിലക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാരംഭമായി ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് നാം കീഴടങ്ങുവാനിടയാകണം. ഇപ്പം നമ്മൾ ചോദിക്കും, എങ്ങനെയായി പരിശുദ്ധാത്മാവ് വിലക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് നന്നായിട്ട് അറിയാം.
അവനതായ ജീവിതത്തിൽ ദൈവം കൊണ്ടിടുന്ന തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൈവം സമ്മതിക്കാതിരിക്കുന്ന വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വപ്നത്തിലോ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ ഒക്കെ ഇടപെടുന്ന അനുഭവങ്ങളുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ വിവിധ നിലകളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനിടയാകുന്നത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ഉപവാസത്തിൽ നമുക്ക് ആദ്യമായി തന്നെ ദൈവത്തോട് പിന്നെയും പറയാം, കർത്താവേ, കഴിഞ്ഞ നാളുകളിനേക്കാൾ ഉപരി അങ്ങ് ഞങ്ങളോട് ഇടപെടുന്ന വിധം ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ വീണ്ടും ഒന്ന് പഠിപ്പിക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ, വലിയവരെല്ലാവരും ദൈവത്തോട് ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ വഴി, കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ പോകേണ്ടുന്ന വഴി അവൻ നമ്മെ കാണിച്ചു തരും, ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. പോകരുതാത്ത വഴിയാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിലക്കുകൾ അതിൻ്റെ മധ്യയിൽ ഉണ്ടാകുവാനിടയാകും. ആ അധ്യായത്തിൽ തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, ആ വാക്യം എടുക്കുന്നില്ല. അവിടെ പറയുന്നുണ്ട്, ആത്മാവ് വിലക്കി, ആത്മാവ് സമ്മതിച്ചില്ല എന്ന് രണ്ട് വാക്കുകൾ രണ്ട് വാക്യങ്ങളിലായിട്ട് അടുത്തടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെയല്ല, അപ്പോസ്തല പ്രവൃത്തിയിലാണ്. താൻ ആഗ്രഹിച്ച് അങ്ങോട്ട് വിടാതിരുന്നപ്പോൾ അടുത്തത് ആത്മാവ് പിന്നെയും അന്ന് രാത്രിയിൽ തന്നോട് ഇടപെടുവാനിടയായി. അന്ന് രാത്രിയിലായിരിക്കത്തില്ല, ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ. എന്താണ്? രാത്രിയിൽ ഒരു ദർശനത്തിലൂടെ താൻ ഇങ്ങനെ കാണുവാനിടയായി. എന്താണ്? മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ നിന്നുകൊണ്ട് അവിടേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ ശബ്ദം, ഒരു ദർശനം താൻ കാണുവാനിടയായി. അപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇതന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ മക്കദോന്യ ദേശത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് എന്ന്. ഇന്ന് പകൽക്കാലം ഒരു വിലക്ക് ഒരിടത്ത് വന്നാൽ മറ്റൊരു വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതയാത്രയിൽ ഒരു തടസ്സം വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആത്മാവ് വഴി തുറന്ന് തന്നില്ല എങ്കിൽ നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വരും, ഭാരം വരും, അല്ലെങ്കിൽ മടുപ്പ് വരും. എന്നാൽ ഒരു കാര്യം, പ്രാർത്ഥിക്കുന്ന ദൈവമാണെങ്കിൽ ഹല്ലേലൂയ, ആ തടസ്സങ്ങൾ ദൈവത്താൽ സംഭവിച്ചതാണ്. ഒരു വഴി അടയുമ്പോൾ മറ്റേഴ് വഴി നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വഴികൾ ചിലത് കഴിഞ്ഞ നാളുകളിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരുവാനിടയാകും. ദൈവം ആഗ്രഹിക്കുന്ന വഴികൾ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം തുറന്നു തരും. ദൈവത്തിൻ്റെ വഴികൾ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവ് വിലക്കി, ആത്മാവ് സമ്മതിച്ചില്ല എന്ന ദർശനത്തിലൂടെ ഒരു മക്കദോന്യ വിളി വരുവാനിടയായി. മക്കദോന്യ ഒരു പ്രവശ്യയാണ്. അവിടേക്ക് താൻ ചിലരുമായി കടന്നുപോയി. അത് ഫിലിപ്പ്യ പട്ടണമാ മക്കദോന്യ പ്രവശ്യയിലാണ്. എന്ന് വെച്ചാൽ ഒരു വലിയ സംസ്ഥാനത്തിലെ ഒരു ചെറിയ ദേശമാണ് ഫിലിപ്പി എന്ന് പറയുന്നത്. ആ ഫിലിപ്പ്യ തുറമുഖത്ത് താൻ എത്തി. അവിടെയാണ് ഫിലിപ്പ്യ സഭ താൻ ആരംഭിക്കുവാനിടയായത്. പ്രാരംഭ ഇൻട്രൊഡക്ഷൻ അധികം കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, ഒരു ദിവസം ഹല്ലേലൂയ ഒരു ശബത്തിൽ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും പള്ളി അഥവാ സിനഗോഗുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനാലയം അന്വേഷിച്ച് പോയപ്പോൾ അവിടെ എങ്ങും പ്രാർത്ഥനാലയവും കണ്ടില്ല. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അന്ന് യഹൂദന്മാർക്ക് അവരുടെ കുടിവരവിനുള്ള സ്ഥലമുണ്ട്, അത് സിനഗോഗ് പള്ളികൾ ഉണ്ട്. എന്നാൽ അവിടെ ആലയമൊന്നും കണ്ടില്ല. എന്നാൽ താൻ പുഴവക്കത്തോട്ട് പോയപ്പോൾ അവിടെ ചില സ്ത്രീകൾ കൂടിയിരിക്കുന്നത് കണ്ടുവാനിടയായി. തൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങി. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വലിയതിലൂടെ അല്ല ആരംഭിക്കുന്നത്, ദൈവമൊരുക്കുന്ന ചെറിയ സാഹചര്യങ്ങളിലൂടെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊത്ത് വലിയ വിടുതൽ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരികയില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വഴിയാണെങ്കിൽ ദൈവത്തിന് ചെറുതിലൂടെയും ആരംഭമിടുവാൻ കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം തുറന്നു തരുന്ന, നമുക്കറിയാം, ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവിൻ്റെ പ്രാർത്ഥന പല പ്രാവശ്യം ഹല്ലേലൂയ ബാല്യക്കാരനെ അയച്ചു. ഹല്ലേലൂയ. വല്ലതും മഴയുടെ ലക്ഷണമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. 6-7 പ്രാവശ്യം, 7ാമത്തെ പ്രാവശ്യം വരെയും ഇല്ല ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 7ാമത്തെ പ്രാവശ്യം ആ ബാല്യക്കാരൻ വന്ന്
ചെറിയ ഒരാശയ്ക്കുള്ള വഴി മാത്രം പറഞ്ഞു. എന്താണ്? കൈപ്പത്തിയോളം വലിപ്പമുള്ള, പ്രൈസ് ദി ലോർഡ്, കയ്യോളം വലിപ്പമുള്ള ഒരു മേഘം കാണുന്നുവെന്ന് പറയുവാനിടയായി. പ്രാർത്ഥിച്ച ഏലിയാവിന് മനസ്സിലായി അത്രയും ഉള്ളൂ എങ്കിലും, കൈവലിപ്പത്തിലേ ഒരു മേഘമുള്ളൂ എങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ മഴ താൻ കാണുവാനിടയായി. നിന്റെ ജീവിതത്തിൽ തുറന്ന, നമ്മുടെ ജീവിതത്തിൽ തുറന്ന ചെറിയ വഴികളിലൂടെ വലിയത് പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമൈതലേ, ദൈവത്തിൻ്റെ ചില ചെറിയ വഴികൾ നമ്മുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ അത് അനുഗ്രഹത്തിൻ്റെ നന്മയുടെ വഴി. ആ ചെറിയ മേഘം പിന്നത്തേതിൽ വലിയ മഴയായി മാറുവാനിടയായി. ആ മഴയെ അതിജീവിപ്പാൻ ഏലിയാവ് രഥം പൂട്ടി ഓടിയ വിഷയമൊക്കെ നമുക്കറിയാം. ഞാൻ അധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല. അവിടെ തുടങ്ങി, അവിടെ ആ സഹോദരിമാരോട് എന്തു പറഞ്ഞു? സുവിശേഷം പറഞ്ഞു. തന്നെ അയച്ച കാര്യം താൻ വിശ്വാസത്താൽ അവിടെ തുടങ്ങി. ലുദിയയുടെ ഹൃദയം ദൈവം തുറക്കുവാനിടയായി. നമ്മെ ഏൽപ്പിച്ച ചെറിയതോ വലിയതോ ആയ കാര്യം നാം ചെയ്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം ചിലത് തുറക്കുവാനിടയാകും. ഹൃദയം, ആരുടെ ഹൃദയം? ലുദിയയുടെ ഹൃദയം തുറന്നു, മാനസാന്തരപ്പെട്ടു. അവളുടെ ഭവനം പിന്നത്തേതിൽ തുറന്നു. പ്രൈസ് ദി ലോർഡ്. അവളുടെ ഭവനത്തിലേക്ക് വിളിച്ചു. എന്താണ്? നീ ഞങ്ങളെ വിശ്വസ്ത എന്ന് കരുതുന്നുവെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വാ. ഭവനം തുറന്നു. അപ്പോഴോ ഒരു വ്യക്തിയുടെ ഹൃദയം തുറന്നു, ഭവനം തുറന്നു. ഭവനത്തിലുള്ള എല്ലാവരും അല്ലെങ്കിൽ അവിടെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു എന്നാണ് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവർത്തിക്കൊത്തവണ്ണം ഇന്ന് പകൽക്കാലം ആര് ചുവട് വയ്ക്കുവാൻ തീരുമാനമെടുക്കുന്നുവോ, നിന്റെ ചെറിയ സ്റ്റെപ്പുകള്, ചെറിയ തുടക്കങ്ങളെ അതിൻ്റെ വലിയ അനുഭവത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കണ്ണാൽ കാണുന്ന ചെറിയ സാഹചര്യങ്ങളെ നമ്മൾ അത് കണ്ട് വിലയിരുത്തരുത്, വിശ്വസിക്കണം. ഈ ചെറിയതിൽ നിന്ന് ഒരു വലുത് ദൈവം എനിക്ക് വേണ്ടി തരുവാനിടയാകും. ഈ കൈപ്പത്തിയോളം വലിപ്പമുള്ള മേഘത്തെ വലിയ മഴയുള്ളതാക്കി തീർക്കുവാൻ ഇടയാകും. അല്ലെങ്കിൽ ചെറിയ ആട്ടിൻകൂട്ടമായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ വലിയ അനുഭവം നമ്മുടെ മധ്യേ പകരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം, നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം, നമ്മുടെ തലമുറകളെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം. ദൈവം അത് ഉപയോഗിച്ചുകൊണ്ട് വലിയവ ചെയ്യുവാൻ നമ്മുടെ മധ്യയിൽ ഈ നാളുകളിൽ പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയുന്നുണ്ട്? നമുക്കറിയാം പിന്നത്തേതിൽ അങ്ങോട്ട് പോയപ്പോഴ് ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീയെ ദൈവം സ്പർശിച്ചു. ഹല്ലേലൂയ. പുകഴ്ത്തിയാ പറഞ്ഞത് പൗലോസിനെയൊക്കെ. ഹല്ലേലൂയ. എന്ന പൗലോസ് അവളിലുള്ള ഭൂതത്തെ കണ്ട് ശാസിച്ചു. അവൾക്കത് വിടുതലായി, അവളും വിടുവിക്കപ്പെട്ടു. പക്ഷേ അവിടെ അനുകൂലമല്ല. ദൈവത്തിൻ്റെ വെളിപ്പാട് കണ്ട് ദർശനം കണ്ടാണ് ഇറങ്ങിയതെങ്കിലും ഹല്ലേലൂയ പ്രതികൂലം അവിടെ തുടങ്ങുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വിളി കേട്ടായിരിക്കാം ഇറങ്ങിയത്. ദൈവത്തിൻ്റെ പല ഹല്ലേലൂയ പ്രവചനങ്ങൾ, ദൈവിക ദൂതുകൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങളൊക്കെ അറിഞ്ഞ് ചില സ്റ്റെപ്പ് ഒരുപക്ഷെ അക്കരയ്ക്ക് പോകാ എന്ന് ദൈവം പറഞ്ഞ ശിഷ്യന്മാരെ അക്കരയ്ക്ക് അയച്ചതുപോലെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഇറങ്ങി തിരിച്ചതെങ്കിലും ആ ദൈവദാസന്മാർ വലിയ പീഡനത്തിലൂടെ കടന്നു പോകുവാനിടയായി. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തു നിൽക്കുമ്പോൾ എന്നും അനുകൂലമല്ല. ഒരു സ്തോത്രം പറയാമോ? എല്ലാം എപ്പോഴും അനുകൂലമല്ല. അനുകൂലമുള്ളപ്പോൾ സന്തോഷിപ്പാനും സ്തോത്രം പറയുവാനും ദൈവത്തെ ആരാധിപ്പാനും മാത്രമല്ല ദൈവം കണ്ടിരിക്കുന്നത് കഷ്ടതയും ദൈവജനത്തിൻ്റെ മധ്യയിലുണ്ട്. അപ്പോഴും നാം ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ഇടയാകണം. അവർ സന്തോഷിച്ച് അവരെ പിടിച്ചുകൊണ്ട് എവിടെ ഇട്ടു? അടിച്ച്, അല്ലെങ്കിൽ വസ്ത്രമുരിഞ്ഞ്, കോലുകൊണ്ടടിച്ച്, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട്. എന്നാൽ അവരുടെ ആരാധന കുറഞ്ഞില്ല. രാത്രിയിൽ അവർ പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിപ്പാനിടയായി.
ദൂതുകളൊക്കെ നമുക്ക് അറിയാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. അല്ലെങ്കിൽ നമ്മുടെ ദൈവം ആരാണ്? നമ്മെ അയച്ചാൽ പ്രതികൂലമുണ്ടെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്, അല്ലെ ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലിന്, ദൈവശബ്ദമാണ് എനിക്ക് തന്നതെന്ന് ഉറപ്പുള്ള ഒരു ദൈവ പൈതലിന് അറിയാം ഏത് പ്രതികൂലത്തിലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. രാത്രി പ്രതികൂലമുള്ള ദൈവമക്കളെ, പാടുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഏത് കാരാഗ്രഹ അനുഭവത്തിലും ചങ്ങലയുടെയോ ഹല്ലേലൂയ സ്തോത്രം ആമത്തിൻ്റെയോ കാരാഗ്രഹത്തിൻ്റെയോ മധ്യയിലായിരിക്കുമ്പോഴും പൗലോസിനെ പോലെ സ്തുതിപ്പാൻ കഴിയുന്നുവെങ്കിൽ അടിസ്ഥാനങ്ങൾ ഇളക്കി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രതികൂലങ്ങള് പുറത്തു കടക്കുവാൻ കഴിയാതെ എല്ലാം അടച്ചിട്ടിരിക്കുന്ന അനുഭവത്തിൽ പുറത്ത് കടക്കുകയില്ല എന്ന് ശത്രു പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന്, ആരാധിക്കുന്ന ദൈവവൈതലിന്, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുന്ന ദൈവവൈതലിന് വേണ്ടി ദൈവം ചില ഇടികൾ മുഴക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ചില പ്രവൃത്തികൾ അവിടെ അയക്കാം. നമുക്കറിയാം, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു, അടിസ്ഥാനം ഇളകി. കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ചു കൊണ്ടുവന്ന് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേൽക്കുവാനിടയായി. ദൈവത്തിൻ്റെ വിടുതലുണ്ടോ? ദൈവത്തിൻ്റെ വിടുതൽ അവിടെ ഉണ്ട്. നാം ഓരോരുത്തരും ഇതേ സാഹചര്യത്തിലൂടെ അല്ലെങ്കിലും ഇതുപോലെയുള്ള സമാനമായ പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. പുറത്തു കടക്കുവാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച പല സാഹചര്യങ്ങളിലും ഇതെൻ്റെ അവസാനമാണ്, ഇവിടെ ഞാൻ അവസാനിക്കും എന്ന് പലതും നോക്കിക്കൊണ്ട് ഹല്ലേലൂയ വിധി എഴുതിയ സ്ഥാനത്ത് കൃപയുടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കള് കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഫിലിപ്പിയ സഭയിൽ, അങ്ങനെയെങ്കിൽ ഫിലിപ്പിയ ദേശത്ത് ദൈവം ഒരു സഭ സ്ഥാപിച്ചു. പൗലോസ് ചില നാളുകൾ അവിടെ ശുശ്രൂഷിച്ചു. പൗലോസ് അവിടം വിട്ടു പോയി. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ റോമില് സുവിശേഷം നിമിത്തം വീണ്ടും കാരാഗ്രഹത്തിൽ ഹല്ലേലൂയ അടയ്ക്കപ്പെടുവാനിടയായി. വേറെ ദൂരദേശത്ത് മൈലുകൾക്കപ്പുറം ഇപ്പോഴൊരു 10 വർഷം കഴിഞ്ഞു. അപ്പോൾ പൗലോസിൻ്റെ ഈ വിഷയം അവിടെയുള്ള ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ അറിഞ്ഞിട്ട് പൗലോസിന് ചില സഹായങ്ങൾ കൊടുത്തുകൊണ്ടും ഇന്നത്തെ സഭയുടെ സ്ഥിതി ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടും സ്തോത്രം 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 ഒരെഴുത്ത് എപ്പബ്രാദിത്തോസ് എന്ന സഹോദരൻ്റെ കൈവശം റോമിലേക്ക് പൗലോസിൻ്റെ അടുക്കലേക്ക് അയച്ചു കൊടുക്കുവാനിടയായി. അതാണ് സാഹചര്യം. റോമിൽ കിടന്നുകൊണ്ട് അതിന് കാരണം എന്താണ്? 10 വർഷം പൗലോസിനോട് അവരെഴുത്തിലൂടെ പലതും അറിയിച്ചു. 10 വർഷം മുമ്പുള്ള സഭയല്ല ഇത്. ഈ സഭയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്, പല പോരാട്ടങ്ങളുണ്ട്, പല പ്രതികൂലങ്ങളുണ്ട്. പലരുടെയും അന്നത്തെ സ്ഥിതിയല്ല ഇന്നത്തെ സ്ഥിതി. പലരുടെ സ്വഭാവത്തിനും മാറ്റം വന്നിട്ടുണ്ട്. അപ്പം പൗലോസ് അവർക്ക് എഴുത്തെഴുതി, വ്യക്തമായി എഴുത്തെഴുതി. ആ എഴുത്തുകളിൽ പൗലോസ് അവരെ ഉദ്ബോധിപ്പിച്ച്, അവരെ പ്രബോധിപ്പിച്ചെഴുതിയ ഒരു വാക്യമാണ് നമ്മളവിടെ. 2 വാക്യം തന്നെ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണം. ആ മുകളിലത്തെ വാക്യവും താഴത്തെ വാക്യങ്ങളുമെല്ലാം ഒരു കാര്യം തന്നെ വ്യാഖ്യാനിച്ചു പറയുന്നതാണ്. ഒന്നാമത് പറയുന്നത്, ഓരോരുത്തൻ എന്തല്ല, സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. അതിന് ഇവിടുത്തെ അർത്ഥം, ഹല്ലേലൂയ, തൻകാര്യം മാത്രം നടത്തുവാൻ ആരും ശ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്കും ഹല്ലേലൂയ മറ്റുള്ളവരെയും നമ്മൾ മാനിപ്പാനിട എന്ന് വെച്ചാൽ അവർക്കും പ്രയോജനം വരുമാറ് നാം പ്രവർത്തിപ്പാനിടയാകണം. ഒരു സ്തോത്രം പറഞ്ഞേ അതിന്. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം മാത്രം നേടുകയല്ല, മറ്റുള്ളവനും ഗുണമായി തീരണം. പ്രൈസ് ദി ലോർഡ്. അത് അവിടെ പറയുമ്പോൾ
പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാം വാക്യങ്ങളിലൊക്കെ ആത്മാവിൻ്റെ കൂട്ടായ്മയുണ്ടോ, ആർദ്രതയുണ്ടോ, മനസ്സലിവുണ്ടോ, ഏക മനസ്സുണ്ടോ, ഏക സ്നേഹമുണ്ടോ, ഐക്യമത്യമുണ്ടോ, ഏകഭാവമുണ്ടോ എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്കിതൊക്കെ ഉണ്ടോ? ഒരെഴുത്തിലൂടെ ചോദിക്കുകയാണ്. 10 വർഷം മുമ്പ് ഞാൻ സ്ഥാപിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ആത്മാവിൻ്റെ ഐക്യത, സ്നേഹം, കൂട്ടായ്മ, ഏക മനസ്സ്, ആ ഏകഭാവം ഇന്ന് നിങ്ങൾക്കുണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട ഏകഭാവമുള്ളവരായി എൻ്റെ സന്തോഷം നിങ്ങൾ പൂർത്തീകരിക്കുവാനിടയാകണം. എന്ന് വെച്ചാൽ എൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ ഇക്കാര്യമൊക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ പണ്ടുള്ള അനുഭവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സന്തോഷം, ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എൻ്റെ സന്തോഷമൊന്ന് പൂർണ്ണമാകണമെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് എന്തില്ല? എൻ്റെ സന്തോഷം എന്തല്ല? പൂർണ്ണമല്ല. ചേർന്നൊന്ന് പറഞ്ഞേ, എന്തല്ല? പൂർണ്ണമല്ല. പൗലോസിന് അവിടെ നിൽക്കുമ്പോൾ എപ്പഫ്രാദിത്തോസിന്റെ കയ്യിൽ നിന്ന് ഈ എഴുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം കൂടെ പൗലോസിന് കുറഞ്ഞതുകൊണ്ട് പൗലോസ് അവർക്ക് എഴുത്തെഴുതിയിട്ട് പറയുകയാണ്, എൻ്റെ സന്തോഷം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒന്ന് പൂർണ്ണമാക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളും നമ്മുടെ സന്തോഷം പിന്നെയും പൂർണ്ണമാക്കുവാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് അവിടെ പല വാക്കുകൾ അവിടെ പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനത്തിൻ്റെ ഫിലിപ്പിയ വിശ്വാസികളുടെ കാര്യമാണ്. അവിടെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർക്ക് ശാഠ്യമുണ്ട്. വായിക്കണ്ട. ശാഠ്യമുണ്ട്, ദുരഭിമാനമുണ്ട്, താഴ്മയില്ല. അതൊരു കാര്യം. പിന്നെയും താഴോട്ട് വരുമ്പോൾ സ്വന്തം ഗുണം നോക്കുന്നവരാണ് അധികവും. മറ്റുള്ളവൻ്റെ ഗുണം ആരും എന്ത് ചെയ്യുന്നില്ല? നോക്കുന്നില്ല. പിന്നെയും മുൻപോട്ട് വരുമ്പോൾ ഹല്ലേലൂയ, അതിൻ്റെ 14-ാം വാക്യത്തിലുണ്ട് പിറുപിറുപ്പുണ്ട്. അവരുടെ മധ്യയിൽ മറ്റെന്തുണ്ട്? വാദമുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്? പിറുപിറുപ്പുണ്ട്, വാദമുണ്ട്. എന്ന് വെച്ചാൽ പിറുപിറുക്കുക, എല്ലാ കാര്യത്തിനും എന്താ? പിറുപിറുക്കുകയാണ്. ആരാണ് പിറുപിറുത്തത്? മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് വന്ന ജനം ഓരോ ജീവിത യാത്രയിൽ ചില കുറവുകൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർ പിറുപിറുപ്പുള്ളവരായി തീരുവാനിടയായി. എന്ന് വെച്ചാൽ ഉറച്ചു കാര്യം പറയത്തില്ല, എല്ലാം ചെറുതായിട്ട് ഇഷ്ടമുള്ളവരോട് ചില കാര്യം പെറുപെറുക്കാം. അല്ല, കുറ്റങ്ങൾ പറഞ്ഞ്, കുറവുകൾ പറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ. പിന്നെയും അവിടെ പല കാര്യങ്ങൾ വേറൊരു ഭാഗത്തുണ്ട്. അല്ല, എല്ലാവരും ആ തങ്ങളുടെ സ്വന്തം യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. അതിന് 20-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ വിശ്വാസികളെ കുറിച്ച് റോമിൽ തനിക്ക് കിട്ടിയ അറിവനുസരിച്ച് അവരെ ചൂണ്ടിക്കൊണ്ട് പൗലോസ് പ്രബോധിപ്പിച്ചെഴുതുകയാണ്, ഞാൻ കേട്ടത് ഇതൊക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പണ്ടുള്ള ഭാവങ്ങളിൽ നിന്ന് പല വ്യത്യാസങ്ങൾ ഇന്ന് വരുവാനിടയായി. രാത്രി ഉപവാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുവാൻ അന്ന് നാം ഇറങ്ങി തിരിച്ച നാളിലെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപവാസ ദിനങ്ങളിൽ അതൊക്കെയും കണ്ടുപിടിക്കുന്ന അനുഭവങ്ങളായി തീരട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകൾ വരാം, സാഹചര്യങ്ങൾ മാറിപ്പോകാം, ഇടർച്ചകൾ ഉണ്ടാകാം. ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ മധ്യയിൽ നല്ലവൻ വെളിപ്പെട്ടു വരുവാനിടയാകുമെന്ന് ആ വചനം കാണുന്നത്. ഇടർച്ചകൾ ഉണ്ടാകുന്നത് നല്ലത് എന്താണ്? നിങ്ങളിൽ കൊള്ളാകുന്നവൻ വെളിപ്പെട്ടു വരുവാൻ. അപ്പോൾ ഈ ഇടർച്ച ഉണ്ടാകുമ്പോൾ ആരാ വെളിപ്പെട്ടു വരുന്നത്? കൊള്ളാകുന്നവരൊക്കെ വെളിപ്പെട്ടു വരും. അല്ലാത്തവർ ഇടർച്ചയിൽ പിന്നെയും മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിൽ ഇടർച്ച വരുമ്പോൾ അല്ലെങ്കിൽ കൊള്ളാകുന്നവരായി തീരുവാൻ, പ്രശ്നങ്ങളുടെ മധ്യേ, സ്വോത്രം, പ്രതികൂലങ്ങളുടെ മധ്യേ, വിഷയങ്ങളുടെ മധ്യേ, ഹല്ലേലൂയ,
ഇവിടെ പറഞ്ഞ പല ശാഠ്യത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും നമുക്കെല്ലാം ഇതുണ്ടെന്നല്ല. ഞാൻ ഈ ദിവസങ്ങൾ എന്നെ ചിന്തിപ്പിച്ചതും ഞാൻ പഠിപ്പിച്ചതുമായ വചനങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇന്ന് രാത്രികാലം ഇവിടെ പറയുമ്പോൾ അത് നമുക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകുമെന്ന് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരോട് പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ പല സ്വഭാവങ്ങളിലേക്ക് മാറിപ്പോയ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തുണ്ടാകണം? ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം മാത്രം സാധിച്ചെടുക്കുകയല്ല, മറ്റുള്ളവർക്കും പ്രയോജനം വരണം. സ്തോത്രം. അതിന് ഉദാഹരണമായി 4 കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ പൗലോസ് അവിടെ പറയുന്നുണ്ട്. 4 വ്യക്തികളെ. ആ 4 വ്യക്തികളുടെ കാര്യം ഒന്ന് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ്. സ്തോത്രം പറഞ്ഞേ. അതിന് മാതൃകയായിട്ട് മറ്റുള്ളവരുടെ ഗുണം നോക്കിയ ഒരുവനെ ആദ്യം അവിടെ കാണിക്കുകയാണ്. ആ കർത്താവിൻ്റെ ഭാവമാണ് അവിടെ കാണിക്കുന്നത്. എന്താണ്? ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ. ക്രിസ്തുവേശുവിന് ഇങ്ങനെ ഒരു ഭാവമുണ്ടായിരുന്നു. എന്താണ്? സ്വന്തം കാര്യം നോക്കിയിരുന്നില്ല. എവിടെയായിരുന്നത്? അവൻ അടുത്ത വാക്യങ്ങളിലുണ്ട്, അവൻ ദൈവരൂപത്തിലിരുന്നു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. പിന്നെ നമുക്കറിയാവുന്ന വാക്യമായതുകൊണ്ട് ഞാൻ വായിച്ചു വിടുകയാണ്. ദാസരൂപമെടുത്തു. അടുത്തത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും നിൽക്കട്ടെ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാമം യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എന്ത് ചെയ്യുമെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസം വരും. ആരുടെ പേരാണ്? ഒരു നാമം. ആ നാമം എവിടെ ഇരുന്നതാണ്? ഉയരത്തിലിരുന്ന നാമം. ഇരുന്നിടത്തിരിക്കാതെ ഉന്നത സ്ഥാനം, ദൈവരൂപം, ദൈവത്തോട് സാദൃശ്യം, അത് വെടിഞ്ഞ് ഒരുവൻ മറ്റുള്ളവരുടെ ഗുണത്തിനായി താണിറങ്ങി ലോകത്തിലേക്ക് വരുവാനിടയായി. മനസ്സിലായവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ആരുടെ ഗുണത്തിന് വേണ്ടി? പാപത്തിന്റെ അടിമത്തത്തിലായി തീർന്ന സകല മാനവജാതികളുടെയും എൻ്റെയും നിങ്ങളുടെയും മനുഷ്യരായി പിറന്ന നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്കായിട്ട്, അല്ലെ നമ്മുടെ ഗുണത്തിനായിട്ട് തൻ്റെ ഗുണം നോക്കാതെ ആ ഗുണങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് താണിറങ്ങി വരുവാനിടയായി. ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പൗലോസ് ഫിലിപ്പ്യരോട് പറയുകയാണ്, മറ്റുള്ളവന്റെ ഗുണവും നിങ്ങൾ നോക്കണം. എന്നിട്ട് പറയുന്നു, ക്രിസ്തുവേശുവിൻ്റെ ഭാവം അതായിരുന്നു. ക്രിസ്തുവേശുവിൻ്റെ ഭാവം. ഹല്ലേലൂയ. ഉയരത്തിലിരുന്നവൻ തന്നെ താഴ്ത്തി മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ട്. സ്തോത്രം. രാത്രി എത്ര പേര് ആ വചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കും. എൻ്റെ ഗുണത്തിനായിട്ട് ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ ദോഷിയായിരുന്നപ്പോൾ, ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഹല്ലേലൂയ പല റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ പല ഹല്ലേലൂയ വേണ്ടാത്ത ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് നമ്മെ തേടി വരുവാനിടയായി. നമ്മുടെ ഗുണം കണ്ടുകൊണ്ടല്ല വന്നത്. നാം ദോഷിയായിരുന്നപ്പോൾ, നാം പാപിയായിരുന്നപ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ ഗുണത്തിനായിട്ട് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ ആ സ്നേഹമോർത്ത് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു തൻ്റെ ഗുണം നോക്കിയിരുന്നെങ്കിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ദൈവരൂപത്തിൽ ദൈവത്തോടുള്ള സമത്വം എന്ന് വെച്ചാൽ ഇക്വാളിറ്റി വിത്ത് ഗോഡ്, ദൈവത്തോട് ആ സമത്വം അതേ പൊസിഷനിൽ. നമുക്കറിയാം, നമ്മൾ ജോലി സ്ഥാനത്തിരിക്കുന്നു, മാനേജർ പോസ്റ്റിൽ നിന്ന്
പിറ്റേന്ന് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നമ്മെ ഒന്ന് ഡീപ്രമോട്ട് ചെയ്തെന്നിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ അനുഭവം എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്, നമുക്കൊരിക്കലും സഹിപ്പാൻ കഴിയത്തില്ല. എന്നാൽ മാനവവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട്, നമ്മുടെ ഗുണത്തിനായിട്ട് യേശു കർത്താവ് ഇറങ്ങി വന്നു. അതുകൊണ്ട് എന്താണ്, ഇറങ്ങി വരുന്നവർക്ക് നഷ്ടമല്ല, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഒരു സ്തോത്രം പറഞ്ഞേ, എല്ലാവരും കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവ പൈതലേ, ഇറങ്ങി വരുന്നുവെങ്കിൽ, താഴ്ത്തുന്ന ഇടത്ത് താണ് നാം കൊടുക്കുന്നുവെങ്കിൽ, അവിടെ അതാണ് പറയുന്നത്, അവൻ തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുന്നു. ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി. അടുത്തടുത്ത വാക്യങ്ങളാ. അപ്പോൾ ഒരിടത്ത് താഴ്ത്തുമ്പോൾ മറ്റൊരിടത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതയാത്രയിൽ പല അനുഭവങ്ങളില്ലയോ? നമ്മെ താഴ്ത്തിക്കെട്ടുവാൻ, നമ്മെ താഴ്ത്തുവാൻ, നമ്മെ താഴേക്ക് അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്തവരായി ഹല്ലേലൂയ അതിൻ്റെ അനുഭവത്തിലേക്ക് തള്ളുന്ന അനുഭവങ്ങൾ ജീവിതയാത്രയിൽ പലപ്പോഴും ദൈവമക്കൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം, ആ താഴ്ചയിൽ തലയങ്ങ് കുനിച്ചു കൊടുത്ത് മറുപടി ഒന്നും പറയാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ആരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, താഴ്ത്തിയവരുടെ മധ്യയിൽ ദൈവം അവരെ ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ആരെങ്കിലും പ്രത്യേക സാഹചര്യത്തിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ജോലി സ്ഥാനത്തോ സഭയിലോ ആത്മീയ വിഷയത്തിലോ മറ്റുള്ളവരാൽ തടയപ്പെട്ട് താഴ്ത്തി നാം താഴ്ത്തപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദൈവവൈതലെ ഭാരപ്പെടേണ്ട കാര്യമില്ല. നാം താഴ്ത്തി കൊടുക്കുമ്പോൾ നമ്മെ ഉയർത്തുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി ആരെ ഏൽപ്പിച്ചു കൊടുക്കും? പ്രശ്നങ്ങളുടെ മധ്യയിൽ അപ്പോൾ പ്രതികരിക്കാൻ നമ്മളാണെങ്കിൽ ഉടൻ പ്രതികരിക്കും. താഴ്ത്തിയവർക്ക് രണ്ട് മറുപടി പറയും, അല്ലെങ്കിൽ രണ്ട് എതിര് പറയും, രണ്ട് വിഷയങ്ങളുണ്ടാക്കും. ഹല്ലേലൂയ. കർത്താവ് എന്താണ്? ഹല്ലേലൂയ. രോമം കത്രിക്കുന്നവരുടെ വിടിയിൽ മുൻപിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവ് ആ വിഷയത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ഇന്ന് രാത്രി വചനം ഇടപെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചിലതിനൊക്കെ ഒന്ന് പ്രതികരിക്കാതിരുന്നാൽ, ചിലതിനൊക്കെ ഒന്ന് മറുപടി പറയാതിരുന്നാൽ, വേണ്ടതിന് മറുപടി പറയണം, ശാസിക്കേണ്ടത് ശാസിക്കണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, ഹല്ലേലൂയ, തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യണം. എന്നാൽ മനഃപൂർവമായി എതിരായി വരുന്ന വിഷയങ്ങളിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ആര് തീരുമാനമെടുക്കുമോ? കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം അവന് നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടക്കുവാനിടയാക്കി. എന്ന് വെച്ചാൽ എല്ലാവരും കർത്താവ് ഉയർത്തി കഴിഞ്ഞാൽ എല്ലാ മുഴങ്കാലും അവരുടെ മുൻപിൽ മടങ്ങുവാനിടയാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഭാരത്തോടെ വേദനയോടെ ഇന്ന് രാത്രിയിൽ ചില വിഷയങ്ങളുടെ മുൻപിൽ ഭവനത്തിലായിരിക്കാം, ജോലി സ്ഥാനത്തായിരിക്കാം, ദൈവവൈതലേ കുഞ്ഞുങ്ങളെ നിങ്ങൾ വല്ലാതെ അപമാനമോ ദുഃഖമോ ഭാരമോ താഴ്ത്തിക്കെട്ടലോ മറ്റുള്ളവരുടെ നിന്ദയോ പരിഹാസമോ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവം നിന്റെ മറ്റൊരു ക്വാളിഫിക്കേഷനുമല്ല നോക്കുന്നത്, അവരുടെ മധ്യേ സഹായിക്കുന്ന ഒരു കരം നമുക്ക് വേണ്ടി ഉണ്ട്. യേശു മറ്റുള്ളവരുടെ ഗുണത്തിനായി താഴ്ത്തി കൊടുക്കുവാനിടയായി. ഇതേ വചനം പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്. ഇനി പൗലോസ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അതിൻ്റെ 17-ാം വാക്യം. ഇതേ സ്വഭാവമുള്ള മറ്റൊരാൾ 17-ാം വാക്യം. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. പൗലോസ് മറ്റൊരു കാര്യം, റോമിലെ കാരാഗൃഹത്തിലിരുന്ന് അവരും ഇവിടെ പീഡയിലാണ്. ഒത്തിരി അവരുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വിഷയമുണ്ടെങ്കിലും അവർ വിശ്വാസത്തിന് വേണ്ടി വളരെ കഷ്ടം സഹിച്ചുകൊണ്ട് ഇവിടെ ഫിലിപ്പിയിലായിരിക്കുകയാണ്. ഇതറിഞ്ഞ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കഷ്ടമെല്ലാം അറിയുന്നു. എന്നിട്ട് അവിടെ പറയുന്ന ഈ വചനത്തിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കണം. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്താ? യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ
എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കുവാൻ ഇന്ന് നിങ്ങൾ പോരാട്ടത്തിലാണ്. ഫിലിപ്പിയിലുള്ള മറ്റു ജാതികൾ, യഹൂദന്മാർ നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മധ്യയിൽ നിങ്ങൾക്ക് വെല്ലുവിളികളുണ്ട്, പീഡനങ്ങളുണ്ട്. എന്നെ കാരാഗ്രഹത്തിൽ, അന്ന് ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടതുപോലെ ഇന്ന് നിങ്ങൾ പലരെയും പിടിച്ചിടുന്നുണ്ട്. പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഞാനും ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുന്നില്ല. എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഇവിടെ നിന്ന് അല്ല ഒരു മോചനം ലഭിച്ചാൽ നിങ്ങളുടെ അടുക്കൽ എനിക്ക് വരുവാൻ വലിയ ആഗ്രഹമുണ്ട്. വർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി സ്വന്തം രക്തം മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി ഒഴുക്കി കൊടുത്തുവെങ്കിൽ അതേ കാര്യമാണ് പൗലോസും പറയുന്നത്. ഞാൻ എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഊറ്റി തരുവാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ പറയാൻ കഴിയില്ലേ? ഹല്ലേലൂയ! എത്ര ഒരു സമർപ്പണമാണ് പൗലോസിൻ്റെ സുവിശേഷ വേലയിൽ താൻ കാണിക്കുന്നത്. താൻ ഹല്ലേലൂയ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവിപ്പിച്ചതായ ആ സഭയോടുള്ള തൻ്റെ സ്നേഹം അവിടെ പ്രദർശിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുക്കൽ വന്ന് എൻ്റെ രക്തമൊഴിച്ച് മരിപ്പാനും ഞാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ എൻ്റെ ഗുണമല്ല, നിങ്ങളുടെ ഗുണവും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും, അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യുമെന്നാ അതിൽ സന്തോഷിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയ വിശ്വാസികളെ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി, അഥവാ നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കുവാൻ, നിങ്ങൾ അന്ത്യത്തോളം കർത്താവിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ നിലനിർത്തുവാൻ എനിക്ക് ചില കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞാനത് സഹിപ്പാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായി, അഥവാ ഉപദേശ വിഷയം അവിടെ പറയുകയാണ്. അവരുടെ വിശ്വാസത്തിൽ അവരെ പിടിച്ചു നിർത്തി. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ നിലനിർത്തുവാൻ ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ രക്തമൊഴുക്കുവാൻ കൂടി മതിയായതാണ് എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ തന്നിലുമുണ്ട് എന്ന്. താൻ അതല്ല പറയുന്നത്, ഞാനും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതുപോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ ഞാനും മനസ്സുള്ളവനാണ്. മൂന്നാമത് ഒരു വ്യക്തിയെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോഥെയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവ് യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നത്. യേശുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രയും നോക്കുന്നത്. അവനോ ശ്രദ്ധിക്കണമേ, അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകൂ എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. മതി, പ്രൈസ് ദി ലോർഡ്. ഞാനും വേഗം വരുമെന്ന് കർത്താവില് ആശ്രയിച്ചിരിക്കുന്നു. കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് അവരുടെ പ്രശ്നങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യയിൽ തനിക്കിറങ്ങി പോകാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളിനെ എപ്പപ്രാദിത്തോസിൻ്റെ കൂടെ എഴുത്തും കൊടുത്ത്, ആരാണ് തൻ്റെ മനസ്സിനിണങ്ങിയ, എൻ്റെ മനസ്സിന് തുല്യചിത്തനായ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരുവൻ. നമുക്കറിയാമല്ലോ, ചിലരെ ഒന്നും എല്ലാ കാര്യവും ഏൽപ്പിക്കാനൊക്കത്തില്ല. ഒരു സ്വോത്രം പറയാമോ? നമുക്കറിയാം, ചില കാര്യം ചിലരെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ, ചിലർക്ക് മാത്രമേ ചിലതൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തനിക്ക് പകരമായിട്ട് ഫിലിപ്പിയിലേക്ക് അവരിപ്പോഴനുഭവിക്കുന്ന കഷ്ടതയുടെ മധ്യയിൽ അവരെ സഹായിപ്പാൻ തനിക്ക് പോകണമെന്നുണ്ട്. തൻ്റെ രക്തം അവർക്ക് യാഗമായി അർപ്പിക്കണമെന്നുണ്ട്. എന്നാൽ ഇപ്പോൾ താൻ കാരാഗ്രഹത്തിലായതുകൊണ്ട് അതിന് കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് സഹായമായിട്ട് തുല്യചിത്തനായ ഒരുവനെ ഞാൻ അയക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ അറിയാം, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില സുഹൃത്തുക്കൾ ദൈവം നമുക്ക് തരാറുണ്ട്. സ്തോത്രം പറയാമോ? അങ്ങനെ സുഹൃത്തുക്കൾ ഉള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്
എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവരെയും ഒരു വിശ്വാസത്തോടെ ചിലപ്പോൾ നമുക്ക് ഏറ്റെടുപ്പാൻ കഴിഞ്ഞുവെന്ന് വരികയില്ല. എന്നാൽ പൗലോസിന്, കാരണം എന്താണ്, തിമത്തിയോസ് ആരാണ്? പൗലോസിൻ്റെ ബൈബിളിൽ പറയുന്ന വചനം എന്താ? പറ. നിജപുത്രൻ. പൗലോസ് ജനിപ്പിച്ച, സുവിശേഷത്താൽ ജനിപ്പിച്ച തിമത്തിയോസിന് 2 ലേഖനം എഴുതി. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തുകയാണ്. 2 ലേഖനത്തിലും അവനെ തർജ്ജനം ചെയ്തും ഉപദേശിച്ചും പ്രബോധിപ്പിച്ചും സ്നേഹത്തോടെ പലതും പറഞ്ഞുകൊണ്ട് അനേക ഉപദേശങ്ങൾ ഇഷ്ടപുത്രനായ, നിജപുത്രനായ, ഹല്ലേലൂയ സ്തോത്രം, തിമത്തിയോസിന് ദൈവം പൗലോസ് എഴുതി അയപ്പാനിടയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നീ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞേ അതിനായിട്ട്. നമ്മുടെ മുൻപിൽ നിൽക്കുന്നവര്, മാതാപിതാക്കള്, അധ്യാപകര്, ഓഫീസിലെ ചുമതലപ്പെട്ടവര്, അവരൊക്കെ നമ്മെ സ്നേഹിച്ച് തരുന്ന നല്ല ഉപദേശങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് തുല്യചിത്തരായി തീരുവാൻ നമുക്ക് നിശ്ചയമായിട്ടും കഴിയും. ഒരു സ്തോത്രം പറയാമോ അതിന്? പലരെയും ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം, അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഏതെല്ലാം വെറുപ്പുകൾ അവർ കാണിച്ചാലും അവർ പിന്നത്തേതിൽ അവരുടെ നാവ് കൊണ്ട് നമ്മെ പുകഴ്ത്തത്തക്കവണ്ണം നാം നിൽക്കണ്ടവണ്ണം നിന്ന് കഴിഞ്ഞാൽ അവരുടെ നാവ് കൊണ്ട് നമ്മെ പുകഴ്ത്തുന്ന ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും. ഞാനത് വിശ്വസിക്കുകയാണ്. പല അനുഭവങ്ങൾ ഈ ദിവസങ്ങളിലും കേൾപ്പാനിടയായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പൗലോസിനൊരു നിജപുത്രനുണ്ട്, അത് തിമത്തിയോസാണ്. എനിക്ക് പകരം ഞാൻ അവനെ അങ്ങോട്ട് അയക്കുന്നു. അവനൊരു സ്വഭാവമുണ്ട്, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എന്താണ് അവനോ? 22-ാം വാക്യം. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ, എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. സിദ്ധത, അവനൊരു സിദ്ധനാണ്. ഇപ്പോഴാ അവനൊരു പ്രത്യേക സിദ്ധിക്കപ്പെട്ടവനാണ് എന്ന് വെച്ചാൽ പ്രത്യേകത ഉള്ളവനാണ്. ഹല്ലേലൂയ. അവൻ അങ്ങനെ ആയിത്തീരുവാനിടയായത് ഞാൻ അപ്പനല്ലെങ്കിലും അവനെ സുവിശേഷത്താൽ ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ സകല സേവനവും എനിക്ക് വേണ്ടി ചെയ്യുവാനിടയായി. എൻ്റെ അർത്ഥം എന്താണ്? മക്കൾ അമ്മയപ്പന്മാർക്ക് കടപ്പെട്ടത് ചെയ്യേണ്ടുന്നവരാണ്. കുഞ്ഞുങ്ങളൊരു സ്തോത്രം പറഞ്ഞേ, ഉറച്ചൊരു സ്തോത്രം പറഞ്ഞേ. മാതാപിതാക്കൾക്ക് മക്കൾ കടപ്പെട്ടത് ചെയ്യേണ്ടുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ അവൻ സുവിശേഷ ഘോഷണത്തിൽ എന്നോട് കൂടെ നിൽക്കുവാനിടയായി. പ്രിയ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, അതിലൂടെ ഒരു ദൂത് ഞാൻ പറയുന്നത് ഇതാണ്: നമ്മുടെ മാതാപിതാക്കളെ നാം അനുസരിക്കണം. അവർ പറയുന്ന ഉപദേശങ്ങൾ നാം ഏറ്റെടുക്കണം. അവർ പറയുന്നത് നന്മയ്ക്കാണ് എന്ന് നാം മനസ്സിലാക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണം. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൽപ്പനയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഈ തിമത്തിയോസിന്റെ യഥാർത്ഥ മകനല്ലെങ്കിലും അവൻ മകനപ്പന് ചെയ്യുന്നത് പോലെ സുവിശേഷ ഘോഷണത്തിൽ എന്നോട് എന്ത് ചെയ്തുവെന്നാ? കൂട്ടായ്മ കാണിപ്പാനിടയായി, സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഞാൻ പിന്നത്തേതിൽ വരാം, നിങ്ങൾ അവനെ സ്വീകരിക്കണം. എന്ന് വെച്ചാൽ അവൻ തനിക്ക് വേണ്ടി തൻ്റെ ഗുണമല്ല നോക്കിയത്. എന്നെ കാരാഗ്രഹത്തിൽ, ഞാൻ റോമൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ അവൻ എനിക്ക് സേവ ചെയ്യുവാനിടയായി. ഞാൻ ഫിലിപ്പിയിൽ വന്നപ്പോൾ അവിടെയും അവൻ, തെസ്സലോനിക്കയിൽ വെച്ചും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അനേക ഇടങ്ങളിൽ തൻ്റെ ഗുണം നോക്കാതെ പൗലോസിനെ സഹായിച്ചുകൊണ്ട്, പൗലോസിൻ്റെ ഗുണം നോക്കി കൂടെ നടന്ന ഒരു വ്യക്തിയാണ് തിമത്തിയോസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ തിമത്തിയോസ് തൻ്റെ ഗുണമല്ല നോക്കിയത്, അല്ലെങ്കിൽ പൗലോസിൻ്റെ ഗുണം നോക്കുവാനിടയായി. അധ്യായത്തിൽ 3 ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു തിമത്തിയോസിൻ്റെ നല്ല ഗുണം എന്ന് വെച്ചാൽ സ്വന്തം കാര്യമല്ല,
സുവിശേഷത്തിന് വേണ്ടി, അഥവാ ഒരു പിതാവെന്ന പോലെ, ഹല്ലേലൂയ, തന്നെ ആത്മാവിൽ ജനിപ്പിച്ച പിതാവെന്നതുപോലെ പൗലോസിനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും സേവ ചെയ്യുകയും ഇടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ വിശ്വസ്തരെന്നെണ്ണത്തക്കവണ്ണം ദൈവത്തിനെന്നവണ്ണം തന്നെ നമ്മളെ ഏൽപ്പിച്ച പ്രവർത്തികൾ, ചെറിയൊരു ജോലിയായിരിക്കാം, വലിയൊരു ജോലിയായിരിക്കാം, ഹല്ലേലൂയ, ദൈവത്തിനെന്നവണ്ണം നാം ചെയ്യുകയാണെങ്കിൽ ഒരു തിമത്യോസിനെ പോലെ നല്ല ഒരു പേര് ദൈവം നമുക്ക് തരുവാനിടയാകും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ യൗവനക്കാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, തിമത്യോസിന് പൗലോസിന്റെ മുൻപിൽ ഒരു നല്ല പേര് ലഭിച്ചു. തുല്യചിത്തനായ അവൻ എനിക്ക് വേണ്ടിയുണ്ട്. എൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ, ഹൃദയത്തിനൊത്തവണ്ണം ഹൃദയപ്രകാരമുള്ളവൻ, ഞാൻ എനിക്ക് പകരം അയക്കുവാൻ കൊള്ളാകുന്നവനായിട്ട് ഒരുവനെ കണ്ടിരിക്കുകയാണ്. അവനെ ആദ്യം അയക്കുന്നു. ഞാൻ ഇവിടുന്ന് വിടുവിക്കപ്പെട്ടാൽ ഞാൻ പിന്നാലെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തനായ ഒരു നല്ല ദാസൻ, ഹല്ലേലൂയ, യേശുവിൻ്റെ സ്വഭാവം തന്നെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയത്തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ഭാവമുള്ള ഒരു തിമത്യോസിനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നാലാമതായിട്ട് 25-ാം വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരിക്കുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരിക്കുന്നു. എഴുത്തുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എപ്പഫ്രാദിത്തോസിന് എന്ത് വന്നു? ദീനം വരുവാനിടയായി. അവൻ മരിപ്പാറായി. റോമിൽ വന്നപ്പോൾ, അങ്ങ് ഫിലിപ്പിയിൽ നിന്ന് റോം വരെ സഞ്ചരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ താൻ മരിപ്പാറായ രോഗം വന്നു. എന്നാൽ മരിക്കുവാൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും ദൈവം കരുണ ചെയ്യുവാനിടയായി. എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു പണവുമായിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, എഴുത്തുമായിട്ടാണ് വന്നത്, നല്ലൊരു സന്ദേശമായിട്ടാണ് വന്നത്. എന്നാൽ അവൻ ഇവിടെ കിടന്ന് എനിക്ക് തന്ന ഉപകാരം ഞാൻ സ്വീകരിച്ചിട്ട് എൻ്റെ അടുക്കൽ കിടന്ന് അവൻ മരിക്കുകയാണെങ്കിൽ അതെനിക്ക് പ്രയാസമാണ്. എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും ദൈവം കരുണ ചെയ്യുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, ദൈവം ദുഃഖത്തിന് മേൽ ദുഃഖം നമുക്ക് വരുത്തത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. നമ്മെ സഹായിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് വീണ്ടും ഒരു പ്രതികൂലം വരികയാണെങ്കിൽ നമുക്കത് സഹിപ്പാൻ കഴിയത്തില്ല. എന്നാൽ അതിൻ്റെ മധ്യയിൽ എപ്പഫ്രാദിത്തോസിനെ സഹായിച്ചതുപോലെ നമ്മുടെ ദൈവം നമ്മെയും സഹായിപ്പാൻ മതിയായവനാണ്. ദുഃഖത്തിന്മേൽ ദുഃഖം വരാതെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ തരാതെ പരീക്ഷകളോടുകൂടെ പോക്കുവഴി ഒരുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദുഃഖത്തിന്മേൽ ദുഃഖമാണോ, പിന്നെയും പ്രതികൂലമാണോ, പിന്നെയും കഷ്ടമാണോ, ഒന്ന് വന്ന് മാറിയതേ ഉള്ളൂ, അടുത്ത വിഷയം പിന്നെയും വന്നല്ലോ എന്ന് പറയത്തക്കവണ്ണം പലപ്പോഴും വിഷയങ്ങളിലൂടെ പോയ അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ കാണും. എന്നാൽ ദുഃഖത്തിന്മീതെ ദുഃഖമാകാതെ ദൈവം നമ്മെ എത്രമാത്രം പരിപാലിപ്പാനിടയായി. തിരമാലകൾ പോലെ ഒന്നിനു പിറകെ ഒന്നായി വന്ന വിഷയങ്ങളുടെ മധ്യയിൽ ഇവിടെ എപ്പഫ്രാദിത്തോസ് ദൂതം ഒരു നല്ല പണവുമായിട്ട് അല്ലെങ്കിൽ സഹായവുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ വന്ന് ദീനം പിടിച്ചു കിടന്നു, വളരെ ദുഃഖമായി. എന്നാൽ ഇവിടെ പറയുന്ന തന്നെക്കുറിച്ച് പറയുന്ന 1-2 വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഹല്ലേലൂയ. അവിടെ പറയുന്നു, സഹപഠനും അവനെ വന്നതിന് ശേഷം എന്ത് ചെയ്തു? നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനും. എന്ന് വെച്ചാൽ അവൻ വന്ന് തൻ്റെ കാര്യം നോക്കിപ്പോയതല്ല, റോമിൽ വന്നിട്ട് എൻ്റെ ബുദ്ധിമുട്ടിന് അവൻ ശുശ്രൂഷിപ്പാനിടയായി. തൻ്റെ ഗുണമല്ല അവൻ നോക്കിയത്, അവൻ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഹല്ലേലൂയ. ഇവിടെ വന്നു, അവൻ രോഗം പിടിച്ചു.
എന്നിട്ടും എന്നെ ശുശ്രൂഷിച്ചു, അവൻ എന്നെ സഹായിച്ചു, വളരെ കാര്യങ്ങൾ അവൻ എനിക്ക് വേണ്ടി ചെയ്തു എന്ന് വെച്ചാൽ സ്വന്തം ഗുണം നോക്കാതെ ഇവിടെ വന്ന് സഹായിച്ച മറ്റൊരുവനെ കൂടെ കാണുകയാണ്. ഹല്ലേലൂയ. അവിടെയും നമ്മെ ദൈവം കർത്താവ് ഉപദേശിക്കുന്നത്, ഈ വചനത്തിലൂടെ നമ്മെ ഉപദേശിക്കുന്നത്, ഒരെപ്പപ്രാദിത്തോസ് ഒരു യഥാർത്ഥ ദൈവ പൈതലായി അവിടെ നിലനിൽപ്പാനിടയായി. അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ ലക്ഷണം എന്താ? ഹല്ലേലൂയ. നമ്മുടെ ഗുണം നോക്കാതെ യേശു താൻ ഇറങ്ങി വന്നതുപോലെ പൗലോസ് താനാ യാഗത്തിൽ തൻ്റെ രക്തവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അശോധനയിൽ എന്നെ തന്നെ ആ യാഗമായി അർപ്പിപ്പാൻ മതിയാകുന്നു എന്ന് പറഞ്ഞതുപോലെ തിമോഥെയോസ് ഒരു മകനെ പോലെ പൗലോസിനെ ശുശ്രൂഷിച്ചതുപോലെ എപ്പഫ്രാദിത്തോസ് എല്ലാ ബുദ്ധിമുട്ടിലും പൗലോസിൻ്റെ അടുക്കൽ തന്നെ വാസ്തവമായിട്ട് ശുശ്രൂഷിച്ചതുപോലെ യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ ചിലരെ പോലെ നമ്മൾ അനുദിനം വീണ്ടും ഒരുക്കപ്പെടുവാനിടയാകണം. നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഓരോ കൂടിവരവുകളും, അവിടെ പല കാര്യങ്ങൾ പിന്നെയും പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ മടക്കി അയക്കുന്നു. കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളമായത്. അവനും എന്തായി തീർന്നു? നിങ്ങൾ വന്നെന്നെ ശുശ്രൂഷിക്കേണ്ടതിന് പകരം നിങ്ങൾ അയച്ച എപ്പഫ്രാദിത്തോസ് വന്നെന്നെ ശുശ്രൂഷിപ്പാനിടയായി. മനസ്സിലാക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഫിലിപ്പിയിൽ നിന്ന് ശുശ്രൂഷയ്ക്കായിട്ട് എപ്പഫ്രാദിത്തോസിനെ അയച്ചു. അവൻ വന്ന് ശുശ്രൂഷിച്ചു. നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാൻ അവൻ വന്ന് എന്നെ ശുശ്രൂഷിച്ചു. അവൻ മരണത്തോളമായത് എനിക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതം എല്ലാം കൊണ്ടും എല്ലാവരെയും പ്രസാദിപ്പിക്കാനൊന്നും നമുക്കാർക്കും കഴിയുകയില്ല. നമ്മൾ മനുഷ്യരാണ്, നമുക്കൊത്തിരി പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് ചില ഗുണമായി പിന്നെയും തീരട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും ദൈവമാവിധം പ്രയോജനത്തിൽ നടത്തിയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ തലകളെ ഒരു നിമിഷം ഒന്ന് വണക്കിയാട്ട്. എല്ലാവരും അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. എല്ലാവരും ഒരു നിമിഷം തങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചിട്ട്, കർത്താവേ, സ്വന്തം ഗുണം മാത്രം നോക്കുവാനല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കുവാൻ, ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, യേശു താഴ്മയോടെ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളും താഴ്മയുള്ളവരായി തീരുവാൻ, പൗലോസ് തൻ്റെ രക്തമർപ്പിക്കുവാൻ സ്വയമായി മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിച്ചതുപോലെ ഈ നാളുകളിൽ ഞങ്ങളും ഒന്നായിത്തീരുവാൻ, തിമോഥെയോസിനെ പോലെ ഒരു പിതാവിനെ പോലെ, ഹല്ലേലൂയ, പൗലോസിന് സേവ ചെയ്തതുപോലെ ഞങ്ങളും ഒന്ന് ഒരുക്കപ്പെടുവാൻ, ഒരു എപ്പഫ്രാദിത്തോസിനെ പോലെ ഞങ്ങളും ബുദ്ധിമുട്ടിൽ മറ്റുള്ളവർക്ക് ഒരു സഹായമാകുവാൻ, ഉടാമന ധുരാജന രഗാമനക സന്തരജലരഹസ്യ എല്ലാവരും സമർപ്പണത്തോടെ ഈ 2-ാം അധ്യായത്തിൽ പറയുന്ന ഈ വചനങ്ങളൊന്ന് ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രാരംഭ ദിനത്തിൽ ദൈവം നമ്മെ ഒന്ന് ഒരുക്കുവാൻ, ദൈവം നമ്മെ ഒന്ന് പണിയുവാൻ ഈ വചനങ്ങളെ തന്നുവെങ്കിൽ, എവിടെയെങ്കിലും കുറവുകൾ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഭാവം എൻ്റെ ജീവിതത്തിൽ തരണമേ. മറ്റുള്ളവരുടെ ഗുണത്തിനായി നിൽപ്പാൻ ദൈവം അതിനെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ഭാവം ഉണ്ടാകുവാൻ, മറ്റുള്ളവരുടെ ഗുണവും നാം പ്രതീക്ഷിപ്പാൻ ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാരംഭ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ട വചനങ്ങളെ വീണ്ടും ധ്യാനിച്ച്
ഈ ദിനങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. സഹിപ്പാനുള്ള ഭാവം, മറ്റുള്ളവരെ സഹായിപ്പാനുള്ള ഭാവം, പ്രാർത്ഥിപ്പാനുള്ള ഭാവം, വിട്ടുവീഴ്ച കാണിപ്പാനുള്ള ഭാവം, ക്ഷമിപ്പാനുള്ള ഭാവം, താഴ്മയുടെ ഭാവം, വിനയത്തിൻ്റെ ഭാവം, ആ ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മളിൽ വെളിപ്പെട്ട് വരുവാൻ കർത്താവ് ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനുള്ളൊരു ഭാവം, ആ ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മളിൽ വെളിപ്പെട്ട് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ രാത്രി ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. പിന്നെയും മൂച്ചയുടെ ആയുധമാക്കി നമ്മുടെ മധ്യേ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഫെഡറിൻ പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ദാസൻ കുശി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുകയാണ്. കർത്താവേ, 3 ദിവസവാസ പ്രാർത്ഥനയുടെ പ്രാരംഭരാത്രികാലം ഞങ്ങൾക്കൊരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഒരുക്കി തന്ന സാക്ഷ്യത്തോർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ചടങ്ങുകളായിട്ടുള്ള വാസമായിട്ടല്ല, ഹല്ലേലൂയ കേൾപ്പിക്കുന്ന വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വാസമാക്കി ദൈവം അടന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിവിധാശയങ്ങളോടെ സ്വത്രവസിക്കുന്നതിൻ്റെ മക്കളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രവാസ പ്രാർത്ഥന പ്രദേശത്തിന് ഹല്ലേലൂയ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് സ്തോത്രം അവരുടെ വിഷയങ്ങൾക്ക് വലിയ വിടുതലും ആശ്വാസമായി തീരുവാനോടന്നിടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവൻദാസനിലൂടെ കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് സ്തോത്രം പൗലോസിലൂടെ കർത്താവേ ഞങ്ങളോട് അവിടെ നിടപെട്ടല്ലോ. സ്തോത്രം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി അല്ലേ തന്നെ താൻ താഴ്ത്തി സ്തോത്രം ഏറ്റവും മേലായ നാമത്തിനുടമയായി തീർ കർത്താവിനെ പോലെ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഒരു തിമോഥെയോസിനെ പോലെ, ഒരു പൗലോസിനെ പോലെ, പൗലോസിനെ പോലെ സ്തോത്രം. കർത്താവേ അവിടുത്തെ ഭാവം ഹല്ലേലൂയ ഞങ്ങളും ഏറ്റെടുത്ത് സ്തോത്രം അവിടത്തേക്കായി പ്രയോജനപ്പെടുവാൻ കർത്താവോട് ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന് സൂക്ഷിപ്പാൻ ദാസനെ അവിടെ നിന്ന് ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം. യോവൻ ജോസഫ് പാസ്റ്ററിനെയും കുടുംബത്തെ പ്രാർത്ഥിക്കുകയാണ്. ടി.എം. കാശി പാസ്റ്ററേയും കുടുംബത്തെ സ്തോത്രം. വരുന്ന ആളുകളിൽ ഇത് ഈ സഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ പ്രയോജനമുള്ള ദാസന്മാരായി ശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാളെ മുതൽ നടക്കേണ്ട എല്ലാ ദർശനങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷണിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ കൃത്യമായി കടന്നു വന്ന് സൂക്ഷിപ്പാനോട് സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ ഹല്ലേലൂയ ഞങ്ങൾക്ക് വലിയ വിടുതലും അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. എളിയവനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേട്ടുപിടിക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശുസ് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ. കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ പിന്നെയും വന്ദനം അറിയിക്കുന്നു. നാളെ നന്ദി അറിയിക്കുന്നു. നാളെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കലേഷ് സോമൻ നമ്മുടെ മധ്യയിൽ എന്ന ദൈവദാസൻ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. എല്ലാവരും കൃത്യം 11 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും എത്തണം.